ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ രുചികരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന ഒരു ചിക്കൻ ലിവർ റോസ്റ്റാണ്. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇതിന് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതവിടെ നിന്ന് നോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. റോസ്റ്റ് തയ്യാറാക്കുന്നതിനായി 2 കിലോ അളവിലാണ് ഞാനിവിടെ ലിവർ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഒരു മീഡിയം പരുവത്തിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലെ വെള്ളമെല്ലാം പൂർണ്ണമായിട്ടൊന്ന് തോർന്നു പോകുന്നതിനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം വെള്ളമെല്ലാം ഇതിൻ്റെ പൂർണ്ണമായും പോയിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇനി ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് അല്പം മുളക് പൊടി, അല്പം മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, അല്പം ചിക്കൻ മസാല, ഒരാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ 1 ടേബിൾ സ്പൂണിന് താഴെ മാത്രമാണ് നമ്മൾ ഈ പൊടികൾ എടുത്തിട്ടുള്ളത്. നമ്മൾ റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ മസാലയ്ക്ക് വേണ്ടി പൗഡർ ഉപയോഗിക്കുന്നതുകൊണ്ട് അല്പം കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ സ്പൂണ് തവിയൊന്നും ഉപയോഗിക്കാതിരിക്കുക, കാരണം ഇതിന് കട്ടി കുറവായതുകൊണ്ട് ഇനി ഇത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ചേർത്തിട്ടുള്ള മസാലപ്പൊടികളെല്ലാം നമ്മുടെ ലിവറിൻ്റെ എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ നമുക്കൊന്ന് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഇതൊരു 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റിന് വെക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു ചുവട് കട്ടിയുള്ള ഉരുളി വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വറക്കുന്നതിന് വേണ്ടി ഞാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി ഒന്ന് ചൂടായി വരട്ടെ. അപ്പം നമ്മുടെ ലിവർ ഇവിടെ റെസ്റ്റിന് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറിന് മേലെ ആയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് നമ്മുടെ ലിവറിനകത്ത് ഉപ്പ് എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ഓയിൽ ഇവിടെ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കാം. ഇതിലും തയ്യാറാക്കിയെടുക്കാം. അപ്പം നമുക്കിത് നമ്മുടെ എണ്ണയിലേക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ കൂടുതൽ എണ്ണ ഉപയോഗിച്ച് ഒറ്റ ട്രിപ്പായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ എണ്ണയിലേക്ക് ഇത് മുഴുവനായിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരുപാട് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം നമ്മുടെ ഈ ലിവർ റെഡിയായി കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ഇട്ടൊരു 2 മിനിറ്റിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ സെക്ഷൻ വളരെ വേഗം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റിനുള്ളിൽ തന്നെ ആദ്യത്തെ സെക്ഷൻ നമുക്ക് ഇത് കോരി മാറ്റാവുന്നതാണ്. അപ്പം നമ്മൾ ഇത് ഒരു കിഴത്തയുള്ള പാത്രത്തിലേക്ക് എണ്ണ തോർന്നു പോകുന്നതിന് വേണ്ടി നമുക്ക് കോരി വെക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് കൂടെ നമുക്ക് എണ്ണയിലേക്കിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല. ഉള്ളു നന്നായി വെന്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. രണ്ടാമത്തെ സെക്ഷനൂടെ നമ്മളിവിടെ റെഡിയാക്കുകയാണ്. അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഇട്ടതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മുഴുവൻ സെക്ഷനും നമ്മുടെ 2 സെക്ഷനും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് നേരെ റോസ്റ്റ് തയ്യാറാക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം. റോസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് അടുപ്പിലേക്ക് ചട്ടി വെച്ച് കൊടുക്കാം. അത് നന്നായി ഒന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്തെടുത്ത ഇഞ്ചിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ എത്ര അളവിലാണ് ഈ ഇൻഗ്രീഡിയൻസുകൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെന്നത് നോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് പിന്നീട് ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ കുരുമുളക് ചേർക്കുന്നതുകൊണ്ട് തന്നെ പച്ചമുളക് വളരെ കുറച്ചാണ് നമ്മളിവിടെ ചേർത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് അല്പം വറ്റൽമുളകും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഒരുപാട് എരിവ് ആവശ്യമുള്ളവർക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇതിനുശേഷം നമുക്കിതിലേക്ക് 1 കിലോ അളവിൽ തൊലി കളഞ്ഞ് വൃത്തിയാക്കി 2ആയിട്ട് കട്ട് ചെയ്തെടുത്ത കൊച്ചുള്ളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ കൊച്ചുള്ളിയിലാണ് നമ്മൾ ഈ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. സബോള നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത് വഴന്ന് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ റോസ്റ്റിന്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് റെഡിയായി വരട്ടെ. അപ്പം ഇതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചെല്ലുമ്പം ഇത് വളരെ വേഗം തന്നെ ഉടഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം.
നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും എല്ലാം ഇതിൻ്റെ ഫ്ലേവറെല്ലാം നമ്മുടെ കൊച്ചുള്ളി നന്നായിട്ട് ചേർന്ന് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വരും. അതിനുശേഷം നമുക്ക് പുളിക്ക് ആവശ്യമായ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 2 വലിയ തക്കാളി നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഗ്രേവി പരുവത്തിലൊന്ന് വഴന്ന് വരട്ടെ. പിന്നീട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, ചിക്കൻ മസാല പൗഡർ, മല്ലിപ്പൊടി, ഗരം മസാല, അല്പം മഞ്ഞൾ പൊടി, ഇത്രയും പൊടികളാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം വളരെ കുറച്ച് മാത്രം മതി, കാരണം നമ്മൾ ഒരുപാട് തിക്കായിട്ടുള്ള ഗ്രേവിയിലാണ് ഈ റോസ്റ്റ് റെഡിയാക്കിയെടുക്കുന്നത്. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ അത് കറിയായി മാറും. അപ്പം നമുക്കിത് തിക്കായിട്ട് വേണമെങ്കിൽ വെള്ളം അല്പം ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഏകദേശം ഈ ഒരു നല്ല പരുവത്തിൽ ഇതൊന്ന് തിളക്കിയിട്ട് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ലിവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ റോസ്റ്റിൻ്റെ ആദ്യഘട്ട പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അവരവരുടെ എരിവിനനുസരിച്ച് നോക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായി നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ചെറു തീയിലിരുന്ന് ഇത് നല്ല തിക്കായിട്ട് റോസ്റ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കുന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പം നമുക്കിനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അതിനായിട്ട് നമുക്കിതൊരു ഇലയിലേക്ക് കോരി വെക്കുകയാണ്. അപ്പം നമ്മുടെ റോസ്റ്റൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായ തീർച്ചയായും മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഇതുപോലുള്ള വ്യത്യസ്തമായ മറ്റൊരു അടിപൊളി വീഡിയോയുമായി എത്രയും വേഗം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഞങ്ങളിവിടെ നിർത്തുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾ കാണുന്നതിനായി താഴെയുള്ള ചാനൽ ഐക്കണിൽ പ്രസ് ചെയ്ത് ദയവായി ഞങ്ങളുടെ ചാനലൊന്ന് സന്ദർശിക്കുക. നിങ്ങൾക്കവിടെ രുചിയുടെ അടിപൊളി മേളങ്ങൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ സപ്പോർട്ട്.